അങ്ങനെ ഓക്കെ, ഭരണം മാറി. ഇനി നമുക്കറിയേണ്ടത് ആരാണ് മുഖ്യമന്ത്രി, ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എപ്പോഴാണ് നടപ്പിലാക്കുക. പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും മറന്നിട്ടില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ചെറിയ ചെറിയ കുറച്ച് വാഗ്ദാനങ്ങൾ, അധികമൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന വിദേശങ്ങളിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് വലിയൊരു തടയിടുക, കാരണം അവർക്ക് പഠിക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടാണല്ലോ. പിന്നെ മൈഗ്രേഷൻ, നമ്മുടെ ആൾക്കാർ പുറത്ത് ജോലി അന്വേഷിച്ച് പോകുന്നത് കുറയ്ക്കുക, നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. പിന്നെ വണ്ടി മോഡിഫിക്കേഷൻ, സ്ത്രീകൾക്കുള്ള പെൻഷൻ വർധന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വൺ ബൈ വൺ നമ്മൾ വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും അവർക്കത് സാധിക്കും എന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്നു, കട്ട വെയിറ്റിംഗ് ആണ്. ഇതിൽ ശരിക്കും കട്ട വെയിറ്റിംഗ് ശരിക്കും വേറൊരു സംഭവമുണ്ട്. ആദ്യത്തെ ക്യാമ്പിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ആശാ വർക്കർമാരുടെ തീരുമാനം എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അതൊക്കെ ശക്തമായൊരു സമരമായിരുന്നു. ഈ ഭരണം മാറ്റുന്നതിനകത്ത് മാധ്യമങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയൊരു സമരമാണ് ആശാ പ്രവർത്തകർ. അപ്പോൾ അവരുടെ ആദ്യ ക്യാബിനറ്റിൽ തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അതും വെയിറ്റിംഗ് ആണ്.